അതിനെ ഹൈജാക്ക് ചെയ്യാൻ സാധിച്ച ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്നതിന് മുമ്പ്, രാഷ്ട്രീയ പാർട്ടികളുടെ പിൽക്കാല ഒരു പരിണതിയാണ്, മതമായിരുന്നതുകൊണ്ട് ഈ മതങ്ങൾ ഈ സാഹിത്യകൃതികളെ സാഹിത്യമായി വിഭാവനം ചെയ്ത് എഴുതപ്പെട്ട കൃതികളെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ അവരുടെ പുണ്യ പുസ്തകങ്ങളായിട്ട് എല്ലാവരും ലോകത്തെല്ലായിടത്തുമുള്ള പുണ്യ പുസ്തകങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ മറവിൽ ഈ സർഗാത്മകതയെ മാനിക്കുന്നവരെ അവർ അവരുടെ കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ദൈവികത എന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാം തന്നെ ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് സർഗാത്മകതയാണ്. അവിടെ നിൽക്കുന്ന ശംഖധ്വാനം, അവിടെ നിന്നിറങ്ങുന്ന ഇടയ്ക്കയുടെ ശബ്ദം, ഒരു കലാകാരൻ്റെ ശബ്ദം, അവിടെ ദീപവിധാനങ്ങളുടെ ആ കൃത്യമായിട്ടുള്ള സിമെട്രിക്കലായിട്ടുള്ള വിന്യാസം, അവിടെ നിന്നുള്ള അഷ്ടപതിയുടെ ഗാനം, അവിടെ നിന്നുള്ള ഭക്തിഗാനങ്ങൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരുപാട് അവിടെയുള്ള ശില്പഭദ്രമായിട്ടുള്ള വിഗ്രഹം, അതൊരു ഗംഭീരനായ ശില്പി കൊത്തിയതാണ്. ഇങ്ങനെ സർഗാത്മകതയുള്ള മനുഷ്യർ സൃഷ്ടിച്ച ഒന്നിനെ സർഗാത്മകതയായിട്ടും കലയായിട്ടും തിരിച്ചറിയാൻ കെൽപ്പില്ലാത്ത സാധാരണ മനുഷ്യരെ ആണ് ദൈവികതയായിട്ട് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന സംഗതിയായിട്ട് മാറ്റിയെടുക്കുക. ഇത് കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. ഈ ഒരു എലമെൻറ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, അതിനെത്രയും ഗംഭീരമായിട്ട് അതിൻ്റെ മറ്റു ഫലങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ആളുകളാണ് മനുഷ്യർ. അപ്പോൾ ഇന്ത്യയിലെ എഴുത്തുകാർ എന്നതുപോലെ ലോകത്തെല്ലായിടത്തും ഇപ്പോൾ വലത് പക്ഷ മനസ്സുകൾ എല്ലായിടത്തും, ഇപ്പോൾ നവനാസികൾ വരുന്നു ജർമ്മനിയിൽ, അവരതൊരു കുറ്റമായിട്ട് വിചാരിക്കുന്നില്ല. അവരതൊരു ഹിറ്റ്ലറെ വീണ്ടും തങ്ങളുടെ ഒരു വലിയ ആരാധ്യപുരുഷനായിട്ട് വരുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞു. നിയോനാസികൾ അവിടെ വന്നു കഴിഞ്ഞു. ഇത് ലോകത്തെല്ലായിടത്തും വന്നു കഴിഞ്ഞു. ഇത് ഈ നവമാധ്യമങ്ങൾ തുടങ്ങിയ AI വരെ എത്തി നിൽക്കുന്ന ഈ പുതിയ ആശയവിനിമയത്തിൻ്റെ പുതിയ തന്ത്രങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ക്യാപിറ്റൽ മൂലധനമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് ലോകം ഭരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കിട്ടുന്നതും ഒട്ടും മുതൽ മുടക്കില്ലാത്തതുമായ ക്യാപിറ്റൽ സർഗാത്മകതയാണ് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ് എഴുത്തുകാരനെ കീഴടപ്പോൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ എഴുതുന്ന കുറേ പേര്, നരേന്ദ്ര ദബോൾക്കർ അടക്കമുള്ള, ഗൗരി ലങ്കേഷ് അടക്കമുള്ള 3-4 പേരെ വധിച്ചതിന് ശേഷം എഴുത്തുകാരുടേതായ ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്നൊരു തോന്നലിൽ നിന്ന് 75 എഴുത്തുകാരെ കണ്ടെത്തി വളർത്തുന്ന ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കി. അതായത് പുതിയ കാലത്തെ എഴുത്തുകാരെ ഞങ്ങൾ സൃഷ്ടിക്കും. ഇത് 3-ാം വർഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 50,000 രൂപ പെർ മന്തിൽ അവർക്കൊരു ഇത് കൊടുത്ത് അവരെ വിടരുന്ന മുട്ടുകളായിട്ട് എഴുത്തുകാരായിട്ട് ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു പ്രോമിനൻറ്റ് റൈറ്റേഴ്സാണ്. അവരാർക്കു വേണ്ടി ശബ്ദിക്കും? ഈ അക്രീതദാസന്മാരായിരിക്കും എല്ലാ കാലത്തും. ഇത് എല്ലാ പാർട്ടികളും, ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടികളും എല്ലാ അധികാര സ്വരൂപങ്ങളും ഇത് പഠിച്ചു കഴിഞ്ഞു. കാരണം വാക്കാണ് നിലനിൽക്കുന്നതെന്നും തൻ്റെ അധികാര കസേര 5 വർഷം മാത്രമേ ഉള്ളതാണെന്നും എഴുത്തുകാരൻ്റെ അധികാര കസേര കാലങ്ങളുള്ളതാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഭാഷ, മലയാള ഭാഷ ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞൊരു ഉദാഹരണം പറയാം. കൽപ്പന എന്നൊരു വാക്കുണ്ട് നമ്മുടെ മലയാളത്തിൽ. കൽപ്പന എന്ന് പറയുന്നത് എ ഡിക്രി ഓർ എ ഓർഡർ എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അത് അധികാരവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ടു ഗീവ് ആൻ ഓർഡർ എന്നുള്ള അർത്ഥമാണ്. അതേസമയം അതേ വാക്കിന് തന്നെയാണ് ക്രിയേറ്റിവിറ്റിയുള്ള ആളുകളുടെ കൽപ്പനാശേഷി, പവർ ടു ഇമാജിൻ എന്ന് പറയുന്ന കൽപ്പനാശേഷി എന്നുള്ള വാക്കിനും ഇതേ പദം തന്നെയാണ് നമ്മുടെ മലയാളം ഉപയോഗിക്കുന്നത്. കൽപ്പന എന്നുള്ള വാക്കിനെ ഇങ്ങനെ അധികാരത്തിൻ്റെ ഒരു പരമാവധിയായിട്ടും സർഗാത്മകതയുടെ ഒരു പരമാവധിയായിട്ടും ഒരു ഭാഷ അതിൻ്റെ ആത്മാവിൽ സൃഷ്ടിച്ചെടുത്തതിന് ഒരു നിദർശനമുണ്ട്, അത്ഭുതകരമായ നിദർശനമുണ്ട്. ഏത് വലിയ അധികാര ശക്തിയുടെയും സമശീർഷതയുള്ള ഒന്നാണ് എൻ്റെ ഈ വൈഭവം എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് നേരത്തെ പറഞ്ഞ പോലെ കരിമ്പ് എന്ന് പേരിട്ടതുപോലെ ഈ കൽപ്പനയെ അവിടെ എടുത്തു വെച്ചത്. അത് കാൽപ്പനികം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിയെങ്കിലും ഇതിൻ്റെ റൂട്ടിൽ ഈ കൽപ്പന ഈ അധികാരത്തെയും ഇതിനെയും തോളോട് തോൾ നിൽക്കുന്ന, മുട്ടി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന സാഹചര്യമുള്ളതെന്നല്ല, ഒരു പ്രതിനായകനായിട്ട് അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനത്ത് തുല്യശക്തിയോടെ ദൈവത്തിന് ചെകുത്താൻ എന്നതുപോലെ, നേരെ തിരിച്ചാണ് പറഞ്ഞത്, ചെകുത്താന് ദൈവം എന്നതുപോലെ ഈ അധികാരത്തിൻ്റെ സാത്താനിക് ഫോഴ്സിനെതിരെ ദൈവത്തിൻ്റെ ഒരു ഫോഴ്സായിട്ട് കൽപ്പന എന്നൊരു വാക്കിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൽപ്പന ഭാഷയിൽ ഓർഡർ അല്ലെങ്കിൽ അതിന് കൽപ്പന എന്ന് വാക്കിട്ട് തീർച്ചയായിട്ടും ആദ്യകാലത്ത് രാജാക്കന്മാർ തന്നെയാണ്. കവിയുടെ ഈ വൈഭവമാണ് പ്രധാനം തിരിച്ചറിഞ്ഞ ആളായിരിക്കും ഈ ഓർഡറിനൊരു നല്ല മലയാളം അന്വേഷിച്ചപ്പോൾ കൽപ്പന എന്നിട്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇത് വലിയ വിൽപ്പന മൂല്യമുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ലോകത്ത് എല്ലായിടത്തും വിറ്റുപോകുന്ന കൃതികളുടെ മൊത്തം റോയൽറ്റി എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും വിറ്റുപോകുന്ന മതത്തിൻ്റെ ഫാൻറ്റസിയുടെ തൊട്ട് താഴെയുള്ളത്. ഈ ഉണ്ടാക്കപ്പെട്ട ഭാവനകളിൽ നിന്ന് ഊറിക്കൂട്ടി അവർ
മുകളിലേക്ക് കയറ്റി വെച്ച ഒരു സെറ്റ് ഓഫ് ഫാൻറ്റസിയുടെ പേരാണ് മതം എന്ന് പറയുന്നത്. അതായത് മാത്രമേ അവർ പ്രവേശനമുള്ളൂ, മറ്റേതിനൊന്നും കയറ്റില്ല. അതിന് താഴെ കിടക്കുന്ന അതിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കേണ്ടത്, അതിനെ തിരുത്താനും അതിനെ അതിൻ്റെ കേടുകൾ പോക്കാനും മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇതര സർഗാത്മകതകൾ അതിനോട് മത്സരിക്കാനും ആ സ്ഥാനം നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ലോകത്തെല്ലായിടത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ബുക്കർ പ്രൈസും നോബൽ പ്രൈസും കിട്ടുന്ന എഴുത്തുകൾ മിക്കവാറും പ്രാദേശികതയിൽ ഊന്നിയിട്ടുള്ളതാണ്. അതാത് ഭാഗങ്ങളിലെ അധികാരത്തോട് നേർക്ക് നേരെ നിന്ന് ശബ്ദിക്കാൻ കഴിയുന്ന കൃതികൾക്കാണ് അവർ പോലും ഒരു പ്രാധാന്യം കൊടുക്കുന്നത്, യൂറോപ്പ് അല്ലെങ്കിൽ ഇംഗ്ലീഷിനുള്ള സാധ്യത മാറ്റിയിട്ട്. അപ്പോൾ ഇതെല്ലായിടത്തും എഴുത്തുകാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തീർച്ചയായിട്ടും താങ്കൾ വിചാരിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ് എൻ്റെ മനസ്സുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ എഴുത്തുകാരുടെയും മനസ്സ് ആ ഭാഗത്ത് തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു.